ഹലോ. നമ്മുടെ ജാർഖണ്ഡിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ആയിരുന്നു 27/1/25. അതിൻ്റെ റിസൾട്ട് നമ്മുടെ മലയാളത്തിലെ മെയിൻ ചാനലുകളാരും ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അത് പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ടാകാം. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം? അത് റിപ്പോർട്ടിംഗ് വന്നത് ഫുൾ ഇംഗ്ലീഷ് ചാനലിൽ മാത്രമായിരുന്നു. അവിടെ സംഭവിച്ചത് എന്തായിരുന്നു? 11 നഗരസഭാ മണ്ഡലങ്ങളിൽ 10 BJP പിടിച്ചെടുത്തു. 1 വിമതർക്കും പോയി. കോൺഗ്രസ് അവിടെ വട്ടപൂജയായി. എന്തുകൊണ്ടാവും കോൺഗ്രസിന് അവിടെ വട്ടപൂജയാവാൻ കാരണം? 2018 അവിടെ 3 നഗരസഭ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. 3 നഗരസഭ ഭരിച്ചിരുന്നത് 2018 ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടിയ സ്ഥാനത്ത് 2025 ഇപ്പോൾ കോൺഗ്രസിന് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത് വട്ടപൂജയാണ്. എന്തുകൊണ്ടാവും ഇത് കാരണം? കോൺഗ്രസ് ദിവസം പ്രതി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം ഇതൊന്നും കാണുന്നില്ലേ? അതോ ഇപ്പോൾ ഹരിയാനയിൽ ഇലക്ഷൻ കഴിഞ്ഞു അല്ലേ? ഹരിയാനയിൽ ഇലക്ഷൻ കഴിഞ്ഞു. അതിൽ ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തുവാരുന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലും BJP തൂത്തുവാരി. മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ കഴിഞ്ഞു. മഹാരാഷ്ട്രയിലും തൂത്തുവാരി. ഓരോ സ്ഥലത്ത് ഇലക്ഷൻ കഴിയുമ്പോഴും BJP തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 4-ന് 5-ന് ഫെബ്രുവരി 4-ന് വോട്ടെടുപ്പാണ്. കോൺഗ്രസിൻ്റെ പല പ്രചരണ പരിപാടികളിൽ പോലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ പങ്കെടുക്കാതെ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്? അവിടെ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയും BJP-യാണ് ഫൈറ്റ്. അത് നല്ല ഫൈറ്റും ഉണ്ടാവും. ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് അവിടെ പ്രതീക്ഷ കൂടുതലുള്ളത്. എന്താണ് എന്നറിയില്ല ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ എന്നിരുന്നാലും അതവിടെ നിൽക്കട്ടെ. ഈ ജാർഖണ്ഡിലും ഓരോരോ ഇലക്ഷൻ കഴിയുന്തോറും കോൺഗ്രസ് വാനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ സ്റ്റേറ്റിലും. ഇത് ശരിക്കും കോൺഗ്രസ് നേതൃത്വം ശരിക്കും വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് എന്നൊരു പാർട്ടി വേണം. എന്നാലേ രാജ്യം നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ ഒരു 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 അത്രയും വലിയൊരു പാർട്ടി ഈ ഒരു ഇത്രയും ഇങ്ങനെ ഒരു അവസ്ഥയിലായതിന് ആരെ പഴിക്കാനാണ്? കോൺഗ്രസിൻ്റെ നേതൃത്വം അത് പഠിച്ച് വിലയിരുത്തേണ്ട കാര്യം അത്യാവശ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ ഉത്തരേന്ത്യയിലും ഓരോ ഇലക്ഷൻ കഴിയുന്തോറും ഈ ഒരു ലോക്സഭ ഇലക്ഷൻ മാറ്റി നിർത്തിയാൽ 2024 ലോക്സഭ ഇലക്ഷൻ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഇലക്ഷനിലും കോൺഗ്രസിന് നിലം തൊടാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. ഇങ്ങനെ പോയാൽ എവിടെ എത്തും കോൺഗ്രസ്? അപ്പോൾ ഓരോരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇനിയിപ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് എവിടെയാണെങ്കിലും കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം പഠിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.